أعوذ بالله من الشيطان الرجيم. അപ്പോൾ ഇവർക്ക് എഴുതി കാണിക്കേണ്ടി വരുമോ? ومن ذلك خبر أبي لهب أو لهيب بن مالك. ഈ അബൂ ലഹബാന് നബിയുടെ മൂത്താപ്പയായ അബൂ ലഹബ് അല്ലേ, അബൂ ലഹബ് അല്ലെങ്കിൽ ലുഹൈബ് ഇബ്നു മാലിക്, അത് വേറെ. വകാന ഫീ മിൻ ബനി ലഹബ് ഖാല ഹദറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം ഞാൻ ഹാജരായി. ഫദക്കറതു ഇൻദഹുൽ കഹാനത, കഹാനത്തിനെ കുറിച്ചിട്ട് ഞാൻ അവിടെ സംസാരിച്ചു. കഹാനത്തെന്ന് പറഞ്ഞാൽ ഒരു ജിന്നിനെ ആരാധിക്കുക, എന്നിട്ടോ ആരാധിച്ച ജിന്ന് നന്ദി എന്നോണം എന്താക്കും, ലോകം പോയിട്ട് എവിടെല്ലോ വാർത്ത ശേഖരിച്ചിട്ട് കൊണ്ടാണ്ട് ചേക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇയാളെന്താക്കും, ആളുടെ ഡെയിലി ഒരാൾ ദൈവമായിട്ട് ഗൈബ് പറയുന്ന ആളാവും. ആ ഒറിജിനൽ കഹാനത്ത് എന്തായി, നിരോധിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ആകാശത്തിലേക്കുള്ള പ്രവേശനം കംപ്ലീറ്റ് കുട്ടിയടിച്ചു. പിന്നെ ബോംബെയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചിട്ട് പത്രവാർത്തക്കാർ പോകുമ്പോൾ ഇടന്നല്ലോ ശേഖരിച്ച് കൊണ്ടിട്ടാണ്. അത് മനസ്സിലായില്ലേ? നിങ്ങളുടെ റേഷൻ കാർഡ് നോക്കിയിട്ടും നികുതി അടിച്ച റെസീറ്റ് നോക്കിയിട്ടുള്ള കൈവ് പറയാനൊന്നും കഴിയൂല. അങ്ങനത്തെ ഒന്നില്ലാന്ന് ബെഡികൾ തോപ്പിക്കുന്നതായിരുന്നു. അതിന് മാത്രം നമ്മൾ ബെഡിയായ പറ്റൂലല്ല. ഇത് ബസ്സിൻ്റെ ടിക്കറ്റ് നോക്കിയിട്ട് ഇത് നല്ല തന്നെ നോക്കിയത് എന്താ പേരുള്ളത്, തളിപ്പറമ്പിൻ്റെ അയാൾ ചുരക്കടക്ക് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളത്. അതെന്നെ ഓരോ ഉണ്ടാവും, 1 മുതൽ ഇത്ര വരെ. 1ാം സ്റ്റേജിൽ നിന്ന് ഇട്ടിട്ടാകും, ഇറങ്ങുന്ന സ്റ്റേജ് 3ാമത്തെ. ഓരോ തപ്പിക്കാൻ കഴിയില്ല. അങ്ങനത്തെ പോകുമ്പോൾ കളറായിരിക്കും, നിങ്ങൾ ചുമ്പോൾ മറ്റൊട്ടി കളയിക്കും. ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് കാണിച്ചാൽ വിടൂല, അത് പിടിക്കപ്പെട്ടു പോകും. ഇപ്പോൾ ഇക്കാലത്ത് ഈ ലോകത്ത് ഈ കോലം കെട്ടിയ കൂട്ടറിലുണ്ടല്ലോ. ഫഖുൽതു, കഹാനത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താ, ബി അബി അൻത വ ഉമ്മി നഹ്നു അവ്വലു മൻ അറഫ ഹിറാസത്ത സമാൽ. തങ്ങളോട് പറയുന്നത് ഇത് ഈ അബൂലഹബ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മൂത്താപ്പ അബൂലഹബ് അല്ല, അത് അബൂലഹബ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. ഇത് മാലിക്കാണ്. അത് ഖുറൈശി ആണ്, ബനു ഹാഷിമാണ്. ഇത് ബനു ലഹബാണ്. ആൾ മാറി. ബി അബി അൻത വ ഉമ്മി, എൻ്റെ ഉപ്പാനും ഉമ്മാക്കും പകരമാണ് തങ്ങൾ എന്നൊരു ബഹുമാന വാക്ക്. നഹ്നു അവ്വലു മൻ അറഫ ഹിറാസത്ത സമാ, ആകാശം കാവലാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആദ്യമായി അറിഞ്ഞ ആൾ നമ്മളാണ്. വമൻ അൽ ജിന്ന മിൻ ഇസ്റാഖി സമഇ, കട്ട് കേൾക്കലിനെ തൊട്ട് ജിന്നുകളെ തടഞ്ഞിട്ടുണ്ട് എന്നും ആദ്യമായി അറിഞ്ഞത് നമ്മളാണ്. വദാലിക, എന്താണ്, ഇന്ന ഇജ്തമഅന ഇലാ കാഹിനി, ഒരു കാഹിൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോയി. യുഖാലു ലഹു ഖതർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബിൽ ഖാഇ, ഖാ എന്ന് വായിക്കണം. അൽ മുഅ്ജമ, പുള്ളിയുള്ള ഖാ, അതിന് ഹാ എന്ന് വായിച്ചേക്കണ്ട. വ ത്വാഇൽ മുഹമ്മല, പുള്ളി ഇല്ലാത്ത ത്വാ, അത് ലാഗ് എന്ന് വായിച്ചേക്കണ്ട. ഖത്തർ ഇബ്നു മാലിക് എന്നാണ്. വകാന ശൈഖൻ കബീറൻ, അദ്ദേഹം വലിയ വയസ്സുള്ള ആളായിരുന്നു. അത് അത്തത്ത് അലൈഹി മിയത സന വസമാനൂന സന, 280 വയസ്സായിട്ടുണ്ടായിരുന്നു. വകാന മിൻ അഅലമി കുഹാനിന, കാഹിരിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പഠിപ്പ് ഏറിയ ആളാണ് ആര്, ഈ ഖത്തർ എന്ന് പറഞ്ഞാണ്. ഫഖുൽന, നമ്മൾ പറഞ്ഞു, യാ ഖത്തറു ഹൽ ഇൻദക ഇൽമുൻ ബിഹാദിഹിൻ നുജൂം അല്ലത്തി യുർമാ ബിഹ, ഈ എറിയപ്പെടാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ നുജൂമിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ? ഫഇന്ന ഖദ് ഫസഅന ലഹ, നമ്മൾ അത് കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. വഖിഫ്ന സൂഅ അഖിബതിഹ, അത് നടന്നാൽ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കും എന്ന് ഒരു അതുണ്ടല്ലോ. നമ്മൾ കുറുക്കം കാളിയാൽ ഇന്നത്, നായി കുറച്ചാൽ ഇന്നത് എന്നൊക്കെ പറയണ്ടല്ല, ഓരോ ലക്ഷണം പറയുന്നു. ഒരു കുറുക്കനുണ്ടായ വപാധീനം വരും എന്ന് പറയും. കാക്ക ശബ്ദിച്ചാൽ ഇന്നതാണ് വിരുന്നേരം എത്താം. പിന്നെ ഉള്ളം കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ ഉണ്ടായാൽ പൈസ കിട്ടില്ല. പിന്നെ മദർസി പോകുമ്പോൾ തൂറാമുട്ടി എന്താക്കല്, ചപ്പും കല്ലും വെക്കല്.
അതില്ല. ഒരു ചപ്പ് എന്തെന്ന് ചപ്പ് കുറച്ചിട്ട് കല്ലും വെച്ച് മീതാ കല്ലിനെ കൊണ്ട് വെച്ചാൽ 100 മുട്ടൽ അടങ്ങുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പം ഏതായാലും എന്തോ അനിഷ്ട സംഭവങ്ങൾ വന്നേക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടോന്ന് എടുത്തി മോളെ. കാലെത്തോനി ബി സഹർ, നിങ്ങൾ അത്താഴ സമയത്ത് വന്നിട്ട് 11 സമയത്ത് കബിലൽ ഫജ്ർ, ഫജ്ർക്ക് മുമ്പായിട്ട് വരണം. ഉഖ്ബിറുക്കുമുൽ ഖബർ, എന്താ ലി ഖൈരിൻ അം ദററിൻ, അതവരെ പരസ്പരമെല്ലാം ഒരു പ്രാസൊപ്പിച്ച വാക്കായിരിക്കുമേ. ലി ഖൈരിൻ അം ദററിൻ, ഈ സംഗതി ഗുണത്തിന് വേണ്ടിയോ ദോഷത്തിന് വേണ്ടിയോ കണ്ടാ. ഔല ഔ മിൻ ഹദരിൻ കാല, നമ്മൾ പറഞ്ഞ് ഫൻസറഫ്ന അന്നു യൗമന, അന്നത്തെ പകല് മടങ്ങി. ഇതെന്താക്കണം? പാതിരാക്ക് പോകണം. ഫലമ്മ കാന മിൻ ഖദൻ ഫി വഖ്തി സഹർ, പാതിരാ സമയത്ത് എത്തിയപ്പോൾ അത്തൈനാഹു, നമ്മുടെ അടുക്കിലേക്ക് പോയി. ഫൈദാഹു ഖായിമുൻ അലാ ഖദമൈഹി, അപ്പോൾ അയാൾ 2 കാലുമ്മൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഷാഹിസുൻ നിരസ്സമായി ബി ഐനൈഹി, 2 കണ്ണുകൊണ്ടും ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കിയത്. ആര്? ഈ ഖത്തർ. ഫനാദൈനാഹു യാ ഖത്തറു യാ ഖത്തറു എന്ന് നമ്മൾ വിളിച്ചപ്പോൾ ഫൗമ ഇലൈന അനംസിക്കും, മുണ്ടരുത്, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഫങ്കല്ല നജമുൻ അലീമുൻ മിനസ്സമായി, വാനലോകത്തിൽ നിന്ന് ഒരു നക്ഷത്രം ഇങ്ങനെ പായുന്നുണ്ട്, അടർന്നു വീഴുന്നുണ്ട്. ഫസറഹ ഖത്തറൂൻ, അപ്പം ഖത്തർ എന്താക്കിയെന്നറിയോ? അട്ടഹസിച്ച്. റാഫിഅൻ സൗതഹു, ശബ്ദം ഉയർത്തിക്കൊണ്ട്. യഖൂം ബിഖൗലിഹി അസാബഹു അസാബഹു വഖാമറഹു ഇഖാബഹു ആജലഹു അദാബഹു അഹ്റഖഹു ശിഹാബഹു സായലഹു ജവാബഹു യാ വൈല മാ ഹാലുഹു ബൽബലഹ ബിൽഹാ ബൽബാലുഹു ആബദഹു ഖബാലുഹു തഖത്തഅത ഹിബാലുഹു, ഇയാൾ പറയുന്ന വാക്കാണ്. ഗയറത ഹവാലുഹു, അപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞതായത് എന്തല്ലോ? അസാബഹു അസാബഹു ഖാമറഹു ഇഖാബഹു, ചുരുക്കത്തിൽ എന്തോ ഒരു അപകട വാർത്ത സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ വട്ടസാരം. സുമ്മ അംസക തവീലൻ, പിന്നെ കുറേ സമയത്തേക്ക് മിണ്ടാതിരുന്നു. സുമ്മ ഖാല യാ മഅശറ ബനി ഖഹതാൻ ഉഖ്ബിറുക്കും ബിൽ ഹഖ് വൽ ബയാൻ, അത് ഈ പ്രാസൊപ്പിച്ച വാക്കതാ. ഞാൻ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാക്കി പറഞ്ഞു തരും. ഉഖ്സിമു ബിൽ കാബത്തി വൽ അർക്കാൻ, കാബത്തിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. അതിൻ്റെ 4 മൂലകളുണ്ടല്ലോ, അതുകൊണ്ടും സത്യം ചെയ്ത് പറയുന്നു. വൽ ബലദിൽ മുഅ്തമനി സിദാൻ എന്ന് പറഞ്ഞാൽ മക്ക ഷരീഫ്, അമ്നുള്ള മക്ക. ഖദ് മുനിഅ അസ്സംഉ അതാതുൽ ജാൻ, ജിന്നുകളിൽ നിന്ന് കുരുത്തക്കേട് കാട്ടുന്ന അവരെ കേൾക്കലിനൊത്തോട്ട് തടയപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ വാക്കിൽ കൂടിയാണ് ആദ്യം തടസ്സം ഉണ്ടായതെന്ന് മനസ്സിലായി. ബിസാഖിബി മിൻ ദീ സുൽത്താൻ, അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള തുളച്ചു കയറുന്ന ഒരു അമ്പ് കൊണ്ട്. എന്തിനാണ്? ലി അജലി മബ്ഊസിൻ അലീമിഷാൻ, വലിയ പദവിയുള്ള ഒരു വ്യക്തിയുടെ യാത്രയപ്പിന് വേണ്ടിയാണ്, ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. യുബഅസു ബിത്തൻസീലി വൽ ഫുർഖാൻ, ഖുർആനുമായിട്ട് അയക്കപ്പെടും. വബിൽ ഹുദാ വഫാദിലിൽ ഖുർആൻ തബ്തുലു ബിഹി ഇബാദത്തുൽ ഔസാൻ, ബിംബങ്ങൾ ആരാധിക്കുന്നത് മുഴുവനും ബാത്തിലാകും. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ജിന്നുകളെ തെരഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ബഅസല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പം ജനനയിലല്ല, ജനനത്തിൻ്റെ മുമ്പ് കുറച്ച് തടഞ്ഞു വെച്ചേ മുമ്പ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓതിനത്. പിന്നെ മഹി ഇറങ്ങുന്ന കാലത്ത് ഫുള്ളായി തടഞ്ഞു. പിന്നെ അപ്പോൾ ഫഖുൽന, നമ്മൾ പറഞ്ഞു നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് ഒന്നും കൂടി പറ. വൈലക യാ ഖാതിർ ഇന്നക ലതദ്കുറു അംറൻ അലീമൻ ഫമാ തറാ ലിഖൗമിക്, നിങ്ങൾ വമ്പിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളെ കൗമിന് എന്ത് സംഭവിക്കുമെന്ന് പറ. ഖാല അറാ ലിഖൗമി മാ അറാ ലി നഫ്സി,
എൻ്റെ നഫ്സിന് വേണ്ടി ഞാൻ കാണുന്നത് എന്താണോ അത് കൗമ് ചെയ്യണമെന്നാണ് കാണുന്നത്. എന്താണ്? ഞാൻ ബിംബറ്റാൻ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ബിംബറ്റുക, ഞാൻ എതിർക്കാൻ കണ്ടതാണെങ്കിൽ എതിർക്കുക. അയ്യത്തബിയു ഖൈറല്ലീൻസ്, മനുഷ്യന്മാരുടെ വർഗത്തിൽ നിന്ന് അല്ലാഹു തആല ഖൈറായിട്ട് അയച്ച നബിനെ പിൻപറ്റണമെന്നാണ്. അപ്പം ഖത്തർ പറഞ്ഞിട്ട് ബുർഹാനുഹു മിസ്ലു ശുആഇ ശംസി, സൂര്യപ്രകാശം പോലെയാണ് അവർ കൊണ്ടുവരുന്ന തെളിവുകൾ. യുബഅസു ബിമക്കത ദാറുൽ ഹിംസ്, ഹിംസ് എന്ന് പറഞ്ഞാൽ ധീരത എന്ന അർത്ഥം. എന്നുവെച്ചാൽ മക്കക്കാർ വളരെ ധീരന്മാരായിരുന്നു. അതുകൊണ്ട് ആ ധീരത ഏറിപ്പോകുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്താക്കി ഈ ഒരു യുദ്ധം അടക്കി വെക്കലാണ്. സാധുക്കളാന്ന് തോന്നിപ്പോയാലും കളിച്ചാൽ വിടൂല എന്നാണ്. അതുകൊണ്ടല്ലേ ഹമാസ എന്ന് പറഞ്ഞത് ധീരന്മാർ. ബിമുഹ്കമി തൻസീൽ ഖൈറുൽ ലബസ്, ഒരു ആശയക്കുഴപ്പമില്ലാത്ത മുഹക്കമായ തൻസീലുമായിട്ടാണ് അയക്കപ്പെടുന്നത്. ഖുൽനാ യാ ഖത്തർ വമൻ ഹുവ, ആരായിരിക്കും ആ വ്യക്തി എന്ന് ചോദിച്ചു. ഖാല വൽ ഹയാതി വൽ ഐഷ് ഇന്നഹു ലമിൻ ഖുറൈശ്, ജീവിതത്തിന് തന്നെയാണ് സത്യം, അത് ഖുറൈശികളിൽപ്പെട്ടവരാണ്. മാ ഫി ഹുക്മിഹി തൈസ്, അതിൽ യാതൊരു അവ്യക്തതകളുമില്ല. വലാ ഫി ഖൽഫിഹി ഹൈഷ്. ഫഖുൽനാ ബയ്യിൻ ലനാ മിൻ അയ്യി ഖുറൈശിൻ, ഖുറൈശികളിൽ തന്നെ കുറേ ഗോത്രക്കാരുണ്ടല്ലോ, ഏതാണ്? ഫഖാല വൈൻ ബൈത്തി ദിദ്ദആയിം വറുക്നി ദിൽ അഹാസിം ഇന്നഹു ലമിൻ നസ്ലി ഹാസിം. സജോപ്പിച്ച വാക്കാണത്. മിൻ മാശരി അകാരിം യുബഅസു ബിൽ മലാഹിം, കണ്ടാ, വഖതീലി കുല്ലി ളാലിം, എല്ലാ ളാലിമും ഇവിടുന്ന് ഉന്മൂലനം ചെയ്യപ്പെടും. ചിലപ്പോൾ യുദ്ധം അനിവാര്യമാകുന്ന സ്ഥലത്ത് യുദ്ധം വരും എന്നൊക്കെ പറഞ്ഞു. സുമ്മ ഖാല ഹാദാ ഹുവൽ ബയാൻ, ഇത് ഒരു കാര്യമായ വിഷയമാണ്. അഖ്ബറനി ബിഹി റഈസുൽ ജാൻ, ജിന്നുകളുടെ തലവനായ ഒരാളാണ് എനിക്കിത് പറഞ്ഞു തന്നത് എന്ന് ആര് പറഞ്ഞു? ഖത്തർ പറഞ്ഞു. സുമ്മ ഖാല അല്ലാഹു അക്ബർ ജാഅൽ ഹഖ് ഫളഹർ, ഹഖ് വന്നിരിക്കുന്നു, ഹഖ് വെളിപ്പെട്ടിരിക്കുന്നു. വൻഖത അനിൽ ജിന്നിൽ ഖബർ, ഇനി ജിന്നുകൾക്ക് വാർത്ത കിട്ടൽ മുടങ്ങിപ്പോയിരിക്കുന്നു. പിന്നെ സുമ്മ സകത, പിന്നൊന്നും മിണ്ടുന്നില്ല. വഉമിയാലേഹി, മൂപ്പർ ബോധം കെട്ട് കിടക്കുകയെന്ന്. ഫമാ അഫാഖി ഇല്ല ബഅദ സലാസത്തി അയ്യാമി, 3 ദിവസം കഴിഞ്ഞിട്ടേ തെളിഞ്ഞതുള്ളൂ. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ വാർത്ത അബൂലഹബ് ബിൻ മാലിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. എന്നിട്ടോ ഫലമ്മ സമിഅ ദാലിക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ഖാല സുബ്ഹാനല്ലാഹ് ലഖദ് നതക മിസ്ൽ നുബുവ്വതി വഹയ്യിൻ, ഇതൊരു വഹയ്യ് കൊണ്ട് പറഞ്ഞ പോലെ തോന്നിപ്പോയി. വഹയ്യല്ല, അത്ര കണ്ട്. വഇന്നഹു ലയുബഅസു യൗമൽ ഖിയാമത്തി ഉമ്മത്തൻ വഹദഹു, ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഉമ്മത്തായിട്ട് ഖിയാമത്ത് നാളിൽ അയക്കപ്പെടുന്നു. അത് പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞില്ലേ, ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഉമ്മത്താണ്. ഐ യഖൂമ മഖാമ ജമാഅത്തിന് കമാ തഖദ്ദമ നദീറു, അതുപോലത്തെ ഒരു വാക്ക് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മക്കക്കാരെ പറ്റി ഹുംസ് എന്ന് പറയുമ്പോൾ ദമ്മിൽ ഹാഇൽ മുഹമ്മലത്ത് വൈസ്കാനുൽ മീമി ഹും ബിസ്സീൻ, ഹുംസ് അത് പറയാൻ ഹും ഖുറൈശും മിനൽ ഹമാസത്തി, ധീരതയിൽ നിന്ന് പിടിച്ചതാണത്. വഹിയ സിദ്ദത്തു സുമ്മു ബിദാലിക ലിതശദ്ദുദിഹിം ഫീ ദീനിഹിം, ഒന്നിക്കൽ അവരുടെ ദീനിൻ്റെ വിഷയത്തിൽ അവർ കടുംപിടിക്കാറാണ്. എന്ത് പറഞ്ഞു കൊടുത്താലും അവിടെ അബൂജഹലും ഇതൊക്കെ ഇത്രമാത്രം ക്രൂരനാകാൻ കാരണം എന്താണ്? ചെയ്യുന്നത് പോയത്താണെങ്കിൽ അതിനെ മുകളിൽ വല്ലാത്തൊരു തീവ്രതയാണ്. അങ്ങനെയാവാ ഹമാസത്ത്. വലിദാലിക തറക്കുൽ ഖസവ ലിമാ ഫിഹാ മിൻ ഇസ്തിഹ്ലാലിൽ അംവാലി വൽ ഫുറൂജ്, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചിട്ട് വമാലു ലിത്തിജാറ, കച്ചവടത്തിന് പോകാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. അയാളടുത്ത് നിന്ന് ഇനി ആകാശത്തിൽ വഹി വരുന്ന കോലമാണ് ഒരു അല്പം വിശദീകരിക്കുന്നത്. ഖുർആനായത്തിലുണ്ട്. വമിൻ ദാലിക മാ റവാഹു മുസ്ലിം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ നഫറിൻ മിനൽ അൻസാർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ അൻസാരിമാരിൽപ്പെട്ട ഒരു വിഭാഗം സഹാബികളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു.
ബൈനമാ നഹ്നു ജുലൂസുൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്ലിസിലിരിക്കുന്നു. സഹബന്മാർ ഇത് റുമിയ ബി നജ്മീൻ ഫളഹറ നൂറുഹു, ഒരു നക്ഷത്രം ഇങ്ങനെ എറിയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. നമ്മളിങ്ങോട്ട് ഇന്നത് കൊള്ളിമീൻ എന്നെല്ലാം പറയുന്നുണ്ടെല്ലാം ഉണ്ടാവും. ഇന്നത് കൊള്ളിമീനാ കൊള്ളിയാനാ. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ കുൻതും തഖൂലൂന ഫീ ഹാദൻ നജ്മി അല്ലദി യുർമാ ബിഹാ ഫിൽ ജാഹിലിയ്യത്തി ഖബലൽ മബഅസി. ജാഹിലിയ കാലത്ത് ഇങ്ങനത്തെ ഒരു ഏറ് കണ്ടാൽ നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പറയാറുള്ളത് എന്ന ചോദ്യം. ഖാലു യാ റസൂലല്ലാഹ് കുന്നാ നഖൂലു ഹീന നറാഹു യുർമാ ബിഹി മാത മലികുൻ വലിദ മൗലൂദ്. ഒന്നുകിൽ വലിയ രാജാവ് മരിച്ചു എന്ന് അതിന് പ്രവചനം പറയും, അല്ലെങ്കിൽ പുതിയൊരാൾ ജനിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം എന്തോ ഒരു സംഭവങ്ങളെ സൂചിപ്പിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാലിക കദാലിക, അതൊന്നും സംഗതി അങ്ങനൊന്നുമല്ല. ഇതിനൊന്നും എന്തില്ല, പൂച്ച കുറേത്തിനെ പറഞ്ഞാൽ പൈസ കിട്ടുമെന്നോ നായി കരച്ചാൽ അങ്ങനെയാവുമെന്നോ ഇതൊന്നുമില്ല. അതെല്ലാം ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പണ്ട് ഒറ്റ മത്സ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കി അതിനും അസറും കളഞ്ഞിട്ട് എനിക്ക് കുഴിച്ച മുടി. ഇപ്പം തണുപ്പമില്ല അത്. പക്ഷെ നമുക്ക് അടികിട്ടാനെല്ലാം പോയിനി ഉണ്ടാവുമല്ലോ. ഒട്ടകത്തിൻ്റെ കുടൽമാല ചേർത്തെങ്കിൽ പിന്നെ അടി കിട്ടുന്നത് ചെറുതല്ലേ. എന്താണ് രണ്ടക്ഷരം എനിക്കും വിശ്വസിച്ചപ്പോൾ പൂർവികന്മാരുള്ളത് അക്ഷരിക്കാനാണ് വരുന്നത്. പൂർവികന്മാരുടെ കാലത്തുണ്ട്, അവനവനർക്കാരുടെ കാലത്തുണ്ട്, കുഞ്ഞിക്കോമത്തങ്ങളുടെ കാലത്തുണ്ട്. അവൻ നൂഹ് നബി അലൈഹി സ്വലാമിനെ തഞ്ചിമീൻ പണ്ടിട്ടില്ലേ, യഹൂസ് യഹൂക്ക് നസുർ മദ് സുവ എന്നൊക്കെ പറഞ്ഞു. നബി തങ്ങളുടെ കാലത്ത് ലാത്ത ഉസ്സ മനാത്ത 360 ഉണ്ടായിരുന്നു. തന്നു. അപ്പം ഇതൊന്നുമില്ല. വലാകിന്ന അല്ലാഹ സുബ്ഹാനഹു വതആല കാന ഇദാ ഖളാ ഫീ ഖൽഖിഹി അംറൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പടപ്പുകളിൽ ഒരു വിധി തീരുമാനിക്കുമ്പോൾ സമിഅതുഹു ഹമലത്തുൽ അർശ്, ഹമലത്തുൽ അർശായ അർശിനെ വഹിക്കുന്ന മലായികത്ത് അവരാണല്ലോ ഉന്നതന്മാർ, അവർ അത് കേൾക്കും. ഫസബ്ബഹു, അപ്പോൾ അവർ തസ്ബീഹ് ചൊല്ലും. ഫസബ്ബഹ മൻ തഹ്തഹും, അപ്പോൾ താഴെയുള്ള മലായികത്ത് തസ്ബീഹ് ചൊല്ലും. എന്തിന്? ലി തസ്ബീഹിഹിം, ഹമലത്തുൽ അർശായ മലായികത്ത് തസ്ബീഹ് ചൊല്ലിയുകൊണ്ട്. അപ്പോൾ ഫൈസബ്ബിഹ മൻ തഹ്ത ദാലിക, അപ്പോൾ അതിന് താഴെയുള്ള മലായികത്ത് എന്താക്കും? അവർ ചൊല്ലും. ഫലാ യസാലു തസ്ബീഹു യഹ്ബിതു, അങ്ങനെ തസ്ബീഹ് എന്താക്കും? ഇറങ്ങി 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 വന്നിട്ട് ഒന്നാം ആകാശത്തിൽ വരെത്തും. അപ്പം കേൾക്കാൻ കാത്തുനിൽക്കുന്ന കട്ട് കേൾക്കുന്ന കള്ളന്മാരായ ജിന്നുകൾ ഇവിടെ എന്തോ സംഭവിക്കുന്നു, വേഗം പുറപ്പെടുത്തേക്ക് ഇത് കേൾക്കാൻ പറ്റും, എന്തോ വാർത്ത ഉണ്ട് ഒറ്റൊക്കെ, അപ്പോൾ ഏറ് കിട്ടും. പോക്ക് തർത്തീബ് മനസ്സിലാകുന്നില്ല. ഹത്താ യൻതഹിയ ഇലസ്സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് എത്തുന്നത് വരെ. ഫയുസബ്ബിഹു, അവരും തസ്ബീഹ് ചൊല്ലും. സുമ്മ യഖൂലു ബഅദുഹും ലിബഅദിൻ ലിമ സബ്ബഹതും, ഓരോരുത്തർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ തസ്ബീഹ് ചൊല്ലിയത് എന്ന്. അവർ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ തസ്ബീഹ് വരെ എന്തിനാണ്? ഫയഖൂലൂന ഖലല്ലാഹു ഫീ ഖൽഖിഹി കദാ, പടപ്പുകളിൽ ഇന്ന കാര്യം അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്, അതായത് വരാൻ പോകുന്ന എന്തോ ഒരു കാര്യം. വകദാലിൽ അംറില്ലദീ യകൂന ഫിൽ അർളി, ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിനെ സംബന്ധിച്ചും പറയും. ഫയഹ്ബിതു ബിഹി മിൻ സമാഇൻ ഇലാ സമാഇൻ, അപ്പോൾ ഒരാകാശത്തിൽ നിന്ന് മറ്റേ ആകാശത്തിലേക്ക് എന്താക്കുക ഇങ്ങനെ കൈമാറും. ഐ യഖൂലു അഹ്ലു കുല്ലി സമാഇൻ യുലിമൻ യലീഹിം, ഓരോ ആകാശക്കാരും തൊട്ടടുത്ത ആ തബക്കയിലുള്ള ആകാൾക്ക് എന്തൊക്കെ പറഞ്ഞെടുക്കും. ഹത്താ യൻതഹി ഇല സമാഇ ദുനിയ, അപ്പോൾ അവിടെ എന്താക്കും? ഫതസ്തരിഖുഹു ശയാത്തീൻ, ശൈത്താന്മാർ കട്ട് കേൾക്കാൻ വരും ഈ വാർത്ത. എന്നിട്ട് ഇവർ കാഹിനീങ്ങൾ കൊണ്ട് കൊടുക്കും. കാഹിൻ എന്താകുന്നത് ഇന്നത് സംഭവിക്കുമെന്ന് പറയും. അത് ബിസ്സം അല ടോമി വഖ്തിലാസ്, അതിങ്ങനെ പെട്ടെന്ന് കട്ടേക്കലാണ്, അല്ലെങ്കിൽ ഒരു കിട്ടുമല്ല. സുമ്മ യഅ്തൂന ബിഹിൽ കുഹാൻ, കുഹാനീങ്ങളിലേക്ക് എത്തും. ഫയഖ്തിഊന ബഅദൻ വയസീബൂന ബഅദൻ, അപ്പോൾ ഏറ് കിട്ടുമ്പോൾ എന്താകുന്നറിയോ, അത് ചിലപ്പോൾ കുഹാനികളെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പണി കഴിഞ്ഞിട്ടുണ്ടാവും, കൊല്ലപ്പെട്ട്. വഫിൽ ബുഖാരി ഇദാ ഖലല്ലാഹുൽ അംറ ഫിസ്സമാഇ, വാനലോകത്ത് വെച്ച് അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ നറബത്തിൽ മലായികത്തു ബി അജ്നിഹതിഹാ, മലായികത്തുകൾ ചിറകടിക്കും. ഖുൽആനൻ ലിഖൗലിഹി, അല്ലാഹുവിൻ്റെ ആ കൗലിന് വേണ്ടിയിട്ട് എന്താന്ന് പേടിച്ച് വിനയം കൈക്കൊള്ളാൻ വേണ്ടിയിട്ട്. സിൽസിലത്തിൽ ആ സഫവാൻ, ഒരു പാറക്കല്ലിൽ ഒരു ചങ്ങല കൊണ്ട മാതിരിയുള്ള ശബ്ദം ഉണ്ടാകും.
അതെന്തിൻ്റെ ശബ്ദമില്ലേ? ഫൈദാ നസഅ അൻ ഖുലൂബിഹിം, ഓര കൽബിനെ തൊട്ട് പേടിയെല്ലാം നീങ്ങിയാൽ ഖാലു മാദാ ഖാല റബ്ബുക്കും, റബ്ബ് എന്താ പറഞ്ഞത് എന്നൊരു വിശദീകരണം തേടും. ഖാലു അല്ലദീ ഖാലൽ ഹഖ് വഹുവൽ അലിയ്യുൽ കബീർ. അത് ഖുർആനിലുണ്ടല്ലോ. ഇങ്ങനെയുള്ള സൂറത്ത് ഫാത്തിറിലാ എടുത്ത് നോക്കിയാൽ, ഫാത്തിറിലെ സംഭവം എടുത്ത് നോക്ക്. ഇതിലാണ് ഓതിട്ട് ബലവാത്തുണ്ടാണ് പേജിൽ. ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. فَتَسْمَعُهَا مُسْتَرِقُ السَّمْعِ. അപ്പോൾ കട്ട് കേൾക്കുന്ന കൂട്ടർ എന്താക്കും? ഇത് കേൾക്കാൻ നിൽക്കും. ഫറുബ്ബമ അദ്റക ശിഹാബുൽ മുസ്തമിഅ, ഈ കട്ട് കേൾക്കാൻ വന്ന ആ ജിന്നുകൾക്ക് എന്താക്കും? ഏറ് കിട്ടും. ഖാബില അൻ യുർമാ ബിഹ ഇലാ സാഹിബിഹി, ഇതിനെ ആരാധിക്കുന്ന ഒരു സാഹിബ് ഭൂമിയിലുണ്ടല്ലോ, ഒരു കാഹിൻ, ഒരു ജുലൂസുകാരൻ, അയാൾക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ് കിട്ടും. അപ്പോൾ മാർഗം എന്താക്കും? എത്തൂല. അൽ ഹദീസ്. ഇനി വഖൗലുഹു, അനി ഹദീസിൽ പറഞ്ഞ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യുർമാ ബിഹാ ഫിൽ ജാഹിലിയ്യത്തി, ഇത് സരീഹും ഫി അന്നഹു കാന യുർമാ ബിൻ നുജൂമി ലിൽ ഹിറാസത്തി ഫീമാ സമനൽ ഫത്രത്തി ബൈനഹു ബൈന ഈസ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്ത് അറിയപ്പെടുന്നില്ല പറഞ്ഞു. അപ്പോൾ അതിന് തൊട്ട മുമ്പുള്ള റസൂൽ ആരായിരിക്കും? ഈസാ അലൈഹിസ്സലാം. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിൻ്റെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിലുള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലത്തും അറിയപ്പെടാറുണ്ട് എന്ന് തങ്ങളുടെ വാക്കിൽ നിന്ന് മനസ്സിലായി. ജാഹിലിയ കാലത്ത് അറിയപ്പെടുമെന്ന് പറയുമ്പോൾ തങ്ങൾ രംഗത്ത് വരുന്നതിന് മുമ്പ് ഖബല മൗലിനി വബൈന ഈസ ഖബല മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വറുബ്ബമാ യുആരിദുഹു, ചിലപ്പോൾ ഇതിനെതിരായിട്ട് വരുന്നൊരു ഹദീസ് വരും. അന്നേരം എന്താക്കണം? ഒന്നെങ്കിൽ ജമ്മാക്കും, രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് തീരുമാനമെടുക്കും. അതല്ലെങ്കിൽ എന്താകും? ബലാബലം നോക്കും. എന്തിനാണ് ഹദീസിൻ്റെ മുൻതൂക്കം? അത് നമുക്കൊന്നും അറിയില്ല. നമ്മ അതിനെ മാത്രം പണ്ഡിതന്മാരായിട്ടില്ല, എഴുതി നോക്കി വായിക്കാനും പഠിച്ചിട്ടില്ല. തൂക്കം നോക്കിയിട്ട് എന്താക്കും? ബലാബലം നോക്കിയിട്ട് എന്തിനാണോ റുജാന അത് മുന്തിക്കും. അതാ പറയുന്നത് മാ റുവിയ അൻഹു ലം യറ ബിൻ നുജൂമി ബഅദ റഫഇ ഈസാ ഇലാ ഹത്താ തനബ്ബഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? ഈസാ അലൈഹിസ്സലാമിനെ ഉയർത്തിയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി പ്രഖ്യാപിക്കുന്നതിനിടയിൽ നുജൂമ് കാണപ്പെട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞാൽ എന്താന്ന്? ഉണ്ടെന്നല്ലേ? അപ്പം ഫലമ്മാ റഅത്ത് ഖുറൈശുൻ അംറൻ ലം തകുൻ തറാഹു, ഖുറൈശികൾ എന്തായിരുന്നറിയോ? കാണപ്പെടാത്ത ഒരു അത്ഭുത സംഭവമായപ്പോൾ അവർ എന്താക്കി? പറഞ്ഞു വലിയ അബ്ദിൽ ദായിൽ അൽ ഹദീസ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, തായിഫിൽ പോയിട്ട് സക്കൈഫ് ഗോത്രക്കാരപ്പെട്ട അബ്ദുൽ ജാലീൻ്റെ അടുക്കലേക്ക് പോയിട്ട് എല്ലാവരും പരാതി ബോധിപ്പിച്ചു. അപ്പോൾ ഒരു അസാധാരണ സംഭവമാണ് എന്നല്ലേ വന്നിരിക്കുന്നത്. വകദ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുണ്ട്, ഖാല ലമ്മാ കാന യൗമുൽ ലദീ തനബ്ബഅ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാക്കി പ്രഖ്യാപിച്ച ദിവസം വന്നപ്പോൾ മുനിഅത്തി ശയാതീനു മിൻ ഖബരി സമാ, വാനലോകത്തിലെ വാർത്തകളെ തൊട്ട് ശൈത്താന്മാരെ തടയപ്പെട്ടു. വറുമു ബിശുഹബി, ശുഹബ് കൊണ്ട് എറിയപ്പെട്ടു. ഫദുക്കിറത്ത് ശയാതീൻ ദാലികൽ ഇബ്ലീസ്, ഇത് ശൈത്താന്മാർ പോയിട്ട് പ്രസിഡന്റിനോട് പറഞ്ഞു. ആരോട്? ഇബ്ലീസിനോട്. ഫഖാല ലഅല്ലഹു ബഅസ നബിയ്യുൻ അലൈക്കും ബിൽ അർദിൽ മുഖദ്ദസതി, അർദുൽ മുഖദ്ദസ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്ത് ആരോ ഒരു നബി വന്നിട്ടുണ്ടാവാം എന്നെന്താക്കി ഇബ്ലീസ് പറഞ്ഞിട്ട്. അതെന്താ ബൈത്തുൽ മുഖദ്ദസ് പറയാൻ കാരണം? ലിഅന്നഹ മഹലുൽ അംബിയ, ഒരുപാട് അംബിയാക്കൾ വന്ന നാട് അവിടെയാണല്ലോ. ഫദഹബു, അപ്പോൾ ഇബ്ലീസിൻ്റെ കീഴിലുള്ള ആളെല്ലാം പോയി. സുമ്മ റജഉ, പിന്നെ മടങ്ങി വന്നിട്ട് ഫഖാല ലൈസ ബിഹാദൻ, അവിടെ ആരുമില്ലല്ലോ, അവിടെ ആരുമില്ല. ഫഖറജ ഇബ്ലീസു, ഇനി മൂപ്പർ തന്നെ ഇറങ്ങി. ഇതിനാലി തലബിഹി, എന്നാൽ പിന്നെ മക്കയിൽ അന്വേഷിക്കാം. നോക്കുമ്പോൾ ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിറാ, തങ്ങൾ ഹിറായിലുണ്ട്. മുൻഹദിറൻ, അവിടുന്ന്
താഴോട്ടേക്ക് ഇറങ്ങി വരുന്നു. വമഅഹു ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. വഫീ റിവായത്തിൻ ഇന്ന ഇബ്ലീസ ഖാല ലമ്മാ അഖ്ബറഹു ബിഅന്നഹും മനിഉ മിൻ ഖബരിസ്സമാ എന്നും കൂടി പറഞ്ഞു. വാനലോകത്തിലുള്ള വാർത്തകളെ തൊട്ടിട്ട് ശൈത്താന്മാരെ തടയപ്പെട്ടു എന്നും പറഞ്ഞു. എന്നിട്ടോ അന്നേരം ഇബ്ലീസ് പറഞ്ഞ കാല ഇന്ന ഹാദൽ ഹദസ ഫിൽ അർളി, അപ്പം ഇത് ഭൂമിയിലാണ് സംഭവം ഉണ്ടായത്. ഫഅ്തൂനി മിൻ തുർബത്തി കുല്ലി അർളിൻ, എല്ലാ ഭൂമിയിലുള്ള മണ്ണ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. സാമ്പിൾ ശേഖരിക്കില്ല. ഫഅതൗഹു ബിദാലിക, അങ്ങനെ മണ്ണ് കൊണ്ട് കൊടുത്തു. ഫജഅല യശുമ്മുഹ, അതിങ്ങനെ ഓരോന്ന് മണത്തു നോക്കിയാൽ ഇബ്ലീസ്. ഫലമ്മ ശമ്മ തുർബത്ത മക്ക, മക്കയിലെ മണ്ണ് മണത്തു നോക്കുമ്പോൾ കാല മിൻ ഹാഹുനൽ ഹദസു, ഇങ്ങന്നാണ് വന്നത് എന്ന് പറഞ്ഞു. ഫമളൗ, ഇവരെല്ലാവരും കൂടി മക്കൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. നോക്കുമ്പോൾ ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ബുഇസ, തങ്ങളെ റസൂലാക്കി അയക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ തങ്ങളെ ഹദീസ് വന്നു. അപ്പോൾ വ ഉജീബ, അപ്പോൾ ഈ പരസ്പര വൈരുദ്ധ്യം തോന്നുമ്പോൾ എന്താക്കും? ഹദീസിൻ്റെ പണി എന്തെന്ന് കൈനത്തറ ജമ്മാക്കുന്ന കഴിയുന്നില്ലെങ്കിൽ എന്താക്കും? തൂക്കം നോക്കിയിട്ട് മുന്തേ ദിനെന്താക്കും? അത് മുന്തേ നോക്കാനുള്ള കുറേ വകുപ്പുണ്ട്. കാരണം വാർത്തയിലെ ഏറ്റവും ഓർമ്മശക്തിയും ഏറ്റവും ദിഷണാശാലികളുമായ ആളാരുണ്ടെന്ന് പരിശോധിക്കും. ഈ നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട ആരുണ്ടെന്ന് നോക്കും. അങ്ങനെ പല വകുപ്പുണ്ട്. അത് ഹദീസിൻ്റെ ഫന്നാണ്. ഹദീസ് വിശാലമായ ഫന്നാണ്. അത് മുങ്ങിയാൽ നമ്മളെ പുറത്താക്കുന്നു, ശ്വാസം മുട്ടും. എടുത്തി അതിന് ബി അന്നർ റംയ കബിലൽ വിലാദത്തി വൽ മബ്അസി കാന ഖലീലൻ, തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള ഏറ് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. വഇൻദൽ വിലാദത്തി കസുറ ഇർഹാസം വ തഖ്വീഫൻ, ജനിക്കുന്ന അവസരത്തിൽ കുറച്ചും കൂടി വർദ്ധിച്ചു. വഇൻദൽ മബ്അസി ഇസ്ദാദത്ത് കസുറത്തു, റസൂലാക്ക് നിയമിക്കുമ്പോൾ എന്താക്കി? എൻ്റെ കസുറത്ത് വളരെ ശക്തി കൂടി. അപ്പോൾ എന്നേക്കും അത് നിരോധിച്ചു. വക്കാന മിൻകുല്ലി ജാനിബിൻ, അപ്പം അത് ഈ ഏറ് കസറത്തായി എന്ന് പറഞ്ഞില്ലേ, എല്ലാ ഭാഗത്തിൽ കൂടിയും വരും, കേൾക്കുന്ന ഭാഗത്തുനിന്ന് മാത്രമല്ല. അതാണ് ഫലമ്മാക്കാന മുഖാലിഫല്ലി റംജി കബിലു ഫസിഉ മിൻ ദാലിക, അപ്പം മുമ്പുള്ളതിനേക്കാൾ ശക്തി കൂടിയപ്പോൾ പിടിക്കേണ്ടി വന്നത്. ഇതിനാണ് തീരെ പരിചയമില്ലാത്തത് കൊണ്ട് പിടിച്ചതല്ല. ഫഹാദാ ഹുവല്ലദീ അറാദഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞതും അതാണ്. അതുകൊണ്ട് ഫഇന്നഹു ലം യകുൻ മഅഹൂദൻ മിൻ ഖബ്ലു, അത്ര ശക്തമായ ഏറ് മുമ്പുണ്ടായിട്ടില്ല. വഹുവല്ലദീ അറാദഹു സുബ്ഹാനഹു വ തആല ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബർ റസദാ, ഒരു കാലത്ത് കേൾക്കാൻ പറ്റുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോഴാരെങ്കിലും കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഷിഹാബടെ കാത്തുക്കുന്നുണ്ട് എറിയാൻ. വസാറ റംജു ബഅദൽ മബ്അസി ലാ യുഖ്തിഉ അബദാ, ഇനി ഒന്ന് മുമ്പുള്ള ഏറ് കൊണ്ടൊന്നും വരാം, കൊണ്ടിട്ടില്ലെന്നും വരാം. ഇപ്പോൾ എങ്ങനെ ആയാലും കൊള്ളും. ലാ യുഖ്തിഉ അബദാ. ഫമിൻഹും മൻ യഖ്തുലുഹു, ചില കയറി കിട്ടിയിട്ട് കൊല്ലപ്പെട്ടവരുണ്ട്. വമിൻഹും മൻ യുഹ്ലികു വജ്, ചിലപ്പോൾ മുഖത്ത് പൊള്ളലേൽക്കുന്നവരുണ്ട്. വമിൻഹും മൻ യുഖബ്ബിലു, ചിലർക്ക് എന്താക്കും? ബുദ്ധി ഇല്ലാണ്ടാവും, പിരാന്താവും. ആ യസീറുഹു ഗൂലൻ, അതിനാണെന്തൊക്കെ ഗൂല് എന്ന് പറഞ്ഞാൽ പൊട്ട ചെയ്ത്താൻ എന്ന് പറയുന്ന സാധനം. അത് ഒരു ആരാധ്യ വസ്തുവും കൂടിയാണ്. കാരണം പൊട്ടനാന്നല്ല, അപ്പം ആരാധിക്കപ്പെടാൻ കൂടുതൽ അർഹത വന്നില്ലേ. യുളില്ലുന്നാസ ഫിൽ ബറാദി, ഒഴിഞ്ഞു നടക്കുന്ന അവസരത്തിൽ ജനങ്ങളെ വഴിപഴപ്പിക്കുന്നത്, വൈതെറ്റിക്കത്. ഫകാന ദാലിക സബബൻ ലിഫസഇൽ അറബി, അപ്പോൾ അറബികൾക്ക് പേടിക്കാനുള്ള കാരണമായി. ലിഅന്നഹു ഖബല ദാലിക ലം യകുൻ മിൻ കുല്ലി ജാനിബിൻ, എല്ലാ ജാനിബിൽ കൂടിയും എന്തില്ല? ആ ആദ്യകാലത്ത് ഏറില്ല, ഒറ്റപ്പെട്ട ഏറാണ്. ഇപ്പം 3 ഘട്ടമായി. ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തിന് ശേഷം തങ്ങളെ വിലാദത്ത് അടുക്കുന്ന അവസരത്തിൽ തങ്ങൾ റസൂലാക്കി നിയമിക്കുമ്പോൾ ഇങ്ങനെ 3 സ്റ്റേജായി. അത് ശക്തമായ ഏറാണ്. അപ്പോൾ വഇൻദ മബ്അസിഹി ഫയഊദു ശൈത്താനു ഇലാ മഹല്ലിഹി, അപ്പോൾ പിഴച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കും? വീണ്ടും ഒരു ശ്രമം നടത്തിയിട്ട് ശ്രമിച്ചു നോക്കും. വമക്കാനിഹി ഫയസ്തരിഖു വയുഖാ മാ യസ്തരിഖുഹു ഇലാ കായിനിഹി,
തട്ടെടുത്ത വാർത്ത കാഹിന് കൊണ്ട് കൊടുക്കും. ഫലം തങ്കത്തിൽ കഹാനത്തു കപില മബ്അസിഹി ബിൽ മർറ. അപ്പം കഹാനത്ത് പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. എപ്പോൾ? തങ്ങളെ ജനിക്കുന്ന മബ്അസിന് മുമ്പ് ഭാഗികമായി. ബൽക്കാനത്ത് മൗജൂദത്തൻ ഇലാ സമനി മബ്അസിഹി, തങ്ങളെ അയക്കപ്പെടുന്ന കാലം വരെ മൗജൂദായിരുന്നു. വൈന്ദ മബ്അസിഹി ഇൻഖതഅത് ബിൽ മർറ. എടാ, തങ്ങളെ റസൂലാക്കി നിയമിച്ച അവസരത്തിൽ പൂർണ്ണമായും അതടഞ്ഞു. വമിൻ സമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യാ കഹാനത്തൽ യൗം, ഇപ്പോൾ കഹാനത്ത് നിലവിലില്ല എന്ന് തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥത്തിലേക്ക് എത്തിയപ്പോൾ. വഖാനത്ത് ഖബല മബ്അസ് യുർമാ ബിഹാ മിൻ ജാനിബിൻ വാഹിദിൻ, ഒരു കാലത്ത് എന്തായിരുന്നു? ഒരു ഭാഗത്തിൽ കൂടി എറിയും. വബഅദൽ മബ്അസ് മിൻ കുല്ലി ജാനിബിൻ, അയക്കപ്പെട്ടതിന് ശേഷം എല്ലാ ഭാഗത്തിലും തുരുതുര വരവാണ്. വിലാഹാദൽ ഇശാറത്തു ബിഖൗലി വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബിൻ ദുഹൂറൻ വലഹും അദാബുൻ വാസിബ് എന്ന് പറഞ്ഞു. ഫഹാദാ സബബുൽ ഫസാഹ്. ഇതാണ് ഇത് തീരെ പരിചയമില്ലാത്തത് കൊണ്ടല്ല, അതിന് ശക്തി കൂടിയത് കൊണ്ടാണ് അബ്ദു ജാലിൻ്റെ അടുക്കലേക്ക് പേടിച്ച് പോയി പറയാനുണ്ടായ കാരണം. വലമ്മങ്കത്തിൽ കഹാനത്തു ബിഅദമി ഇഖ്ബാറിൽ ജിന്നി, ജിന്നുകളുടെ ഇനി വാർത്തപ്പില്ലല്ലോ. കാലത്തിൽ അറബ് പറഞ്ഞ ഹലക്ക മാംഫിസ്തമായി, ആകാശത്തിലുള്ള ഇപ്പോൾ ആരും ആളില്ല, എല്ലാം ഹലക്കായി പോയി എന്നാണ് പറഞ്ഞത്. ഫജഅല സാഹിബുൽ ഇബ്ലി യൻഹറു കുല്ല യൗമിൻ ബഈറ, അപ്പോൾ ഒട്ടകക്കാരൻ എന്താക്കും? ഓരോ ദിവസവും ഒട്ടകത്തിന് അറുത്തങ്ങ് തീർക്കും. ഇതൊന്നും ബാക്കി വെച്ചിട്ട് കാര്യമില്ല. വസാഹിബുൽ ബഖറി യദ്ബഹു കുല്ല യൗമിൻ ബഖറ, പശുക്കാരൻ എന്താക്കും? ഓരോ ദിവസവും ഒരു പശുവിനെ ഇറക്കും. വസാഹിബുൽ ഗനമി കുല്ല യൗമിൻ ശാതൻ, ആടുകാരനാണെങ്കിൽ ഓരോ ദിവസം ആട്ടിനിറക്കും. അപ്പോൾ ഹത്ത അസ്റഫി ഇത്ലാഫി അമ്മാലി, അങ്ങനെ മുതൽ ചുരുങ്ങിപ്പോയി. ഫക്കാലത്ത് സഖീഫും ബഅദ സുആലി കാഹിനിഹിം, സഖീഫുകാർ കാഹിനെ ചോദിച്ച ശേഷം കമാത്തക്കത്തമ്മ മുമ്പ് പറഞ്ഞില്ലേ, അല്ല ദുന്യാവ് ഇതോടുകൂടി അവസാനിക്കോയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുമിച്ച് കഴിഞ്ഞ ചോദ്യം. അയ്യുഹന്നാസ് അംസിക്കു അന്നംവാലിക്കും, മുതൽ നിങ്ങളവിടെ പിടിച്ചു വെക്കണം, ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല, ഖിയാമത്ത് ആയിട്ടില്ല, ആകാനിരിക്കുന്നേ ഉള്ളൂ. ഫഇന്നഹു ലം യമത്ത് മൻ ഫിസ്സമായി, ആകാശത്തിലുള്ള ആൾ മരിച്ചിട്ടുമില്ല. അലസ്തും തഅറൗന മആലിമക്കും മിനൻ നുജൂം, നക്ഷത്രങ്ങളെ കൂട്ടത്തിലുള്ള പ്രധാന നക്ഷത്രമുണ്ടല്ലോ, വഴികാട്ടാനും ദിശ നിയമിക്കാനും ഉപയോഗിക്കുന്നത്, അതവിടെ തന്നെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഷംസും വൽ ഖമറു കദാലി, ഷംസും ഖമറും അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റ നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഈ പൊട്ടി വീഴുന്നത് എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നു. വൽ മുഹഖിഖൂന അലാ അന്നല്ലദി യുർമാ ബിഹി ശുഅലത്തു നാരിൻ, നാറിൻ്റെ ഒരു ജ്വാലയാണ് വരുന്നത്, സാധനം തന്നെ വരുന്നില്ല. തങ്കല്ലു മിനൽ കൗകബി, അത് നക്ഷത്രത്തിൽ നിന്ന് എന്താക്കും? അടർന്നു വീഴുന്നത്. നക്ഷത്രത്തിനൊരു കുഴപ്പം വരുന്നില്ല, അതിൻ്റെ ഒരു ശുആൽ. വൽ കൗകബ് കമാ ഹുവ. വഖദ് അശാറ സാഹിബുൽ ഹംസിയ്യത്തി ഇലാ ഹാദിഹിൽ ആയാത്ത്, ഇമാം ബൂസരി തങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ബഅസല്ലാഹു ഇൻദ മബ്അസിഹി ശുഹ് ബഹിറാസം വലക അൻഹൽ ഫലാഉ തത്റൂദുൽ ജിന്ന അൻ മഖാഇദ ലിസ്സംഇ കമാ തത്റൂദുൽ റിഅബ റുആഉ فماحت آيات الكهانات آيات من الوحي ما لهن إنهاء. തങ്ങളെ അക്കാൻ കാലത്ത് ആകാശത്തിൻ്റെ ഭാഗത്ത് നിന്നെന്താക്കും? ജിന്നുകളെ സുഹബ് ഉപയോഗിച്ചുകൊണ്ട് ആട്ടിപ്പായിച്ചു. ഏതുപോലെ ആട്ടിനെ പോറ്റുന്ന ഒരു വ്യക്തി ചെന്നായ വരാനാകുമ്പോൾ കല്ലെടുത്തെറിയുന്നില്ലേ, എറിഞ്ഞോടിക്കുമല്ലോ എന്നതുപോലെ അമ്മി കഹാനത്ത് തേഞ്ഞുമാഞ്ഞു പോയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ആയാത്ത് ബാക്കിയായിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വന്നത്.
ഒരു പാരഗ്രാഫ് കുറച്ചുണ്ട്, അത് ചില സംഭവങ്ങൾ. വകാഫി സനത്ത് തിസ്ഇന മിനൽ ഖർനി സാദിസി, 6-ാം നൂറ്റാണ്ടിൽ 99-ാം കൊല്ലത്ത് അന്നൻ നുജൂമ തസാഖത്തത്ത് വമാദത്ത് തതായുറൽ ജറാദ്, നക്ഷത്രങ്ങളെങ്ങനെ വീണിട്ട് ജറാദ് പറക്കുന്നത് പോലെ ഇങ്ങനെ വരവേ വരവുണ്ടായിരുന്നു. വദാമദാലിക്കൽ ഫജ്ർ, അത് രാത്രി തുടങ്ങിയിട്ട് ഫജ്ർ വരെ നിലനിന്നു. ഫസി അൽ ഖൽഖു, പടപ്പുകളെല്ലാം പേടിച്ചു പോയി. ഫലജോ ഇലല്ലാഹി ബിദ്ദു, എല്ലാവരും അള്ളാഹിനെ കൊണ്ട് അണഞ്ഞിട്ട് ദ്വാരക്കാൻ തുടങ്ങി. വലം യുഅദ ദാലിക ഇല്ലാ ഇൻദ ദുഹൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ദുഹൂറിൻ്റെ സമയത്തെ മുമ്പ് അറിയപ്പെട്ടിട്ടുള്ളൂ. ഖാലൽ ഹലബി ഫി സീറ, ബുർഹാനുദ്ദീൻ അൽ ഹലബി സീറയിൽ പറഞ്ഞ് അഖൂലു വഖദ് വക നദീറു ദാലിക ഫി സനതി 41 മിനൽ ഖർനി സാലിസി, 3-ാം നൂറ്റാണ്ടിൻ്റെ 41-ാം കൊല്ലത്തിൽ മാജത്തിൻ നുജൂമു ഫിസ്സമാ, ആകാശത്തിൽ നക്ഷത്രങ്ങൾ എന്താക്കി തുരുദ്രം കൊണ്ട് വരാൻ തുടങ്ങി. തനാസറത്തിൽ കവാകിബ് കൽ ജറാദി അക്സറൽ ലൈലി, രാത്രിയുടെ മിക്ക ഭാഗവും. ഫക്കാന അമ്രൻ നജീബൻ ലം യുറ മിസ്ലുഹു, അത് അത്ഭുത വാർത്തയായിരുന്നു, അതുപോലെ കണ്ടിട്ടില്ല. അപ്പോൾ 2 സംഭവം. വഖാഫി സനതി സദാസമിയത്തിൻ തനാസുറുൻ നജൂമി തനാസുറുൻ നജീബിൻ ഇലാ നാഹിയത്തിൽ മശ്രിഖ്. അല്ലാഹ്, എത്രാം കൊല്ലത്തിൽ? 300-ാം കൊല്ലത്തിൽ. ഇനി അവിടെ തീർന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, സിഫാത്തുകൾ, ഉമ്മത്തിനെ പറ്റിയുള്ള സിഫാത്ത് മുൻകഴിഞ്ഞ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലത്തതിലുണ്ട്. അതുപോലെ പാറക്കല്ലുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്, പല വാർത്തകളിലും ഉണ്ടെന്നുള്ളതാണ് വിഷയമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത് പറയാൻ പോകുന്നു. അങ്ങനെയുള്ള ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ സയ്യിദ്, നമ്മുടെ നേതാവ്. തങ്ങളെ മഹബത്ത് വെക്കാനും തങ്ങളെ ഇത്തിബാ ചെയ്യുവാനും തങ്ങളെപ്പറ്റി ആവടത്തിൽ പഠിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് തരട്ടെ. ആമീൻ. ഇനി ബഷീർ ഉസ്താദ്, അതുപോലെ തന്നെ മുസ്തഫാജി ഇതെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഷീർ ഉസ്താദ് ദുആ ചെയ്യും. ഹജ്ജിന് പോയാൾക്ക് ദുആൻ്റെ ഇജാബത്തുണ്ട് എന്ന് ഹദീസിലുണ്ടല്ലോ.